മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്യു പെറ്റമ്മ തൻ ഭാഷ താൻ. ഇന്ന് ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. സ്വന്തം മാതൃഭാഷയ്ക്കായി ജീവൻ ബലി നൽകിയ ഒരു കൂട്ടം പോരാളികളുടെ ഓർമ്മ ദിനമാണ്. 1952 അന്നത്തെ പാകിസ്ഥാൻ സർക്കാർ ഉറുദു മാത്രമായിരിക്കും ഔദ്യോഗിക ഭാഷ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഭൂരിഭാഗം വരുന്ന കിഴക്കൻ പാകിസ്ഥാനിലെ ജനത ബംഗാളി ഭാഷയ്ക്കായി സമരം ചെയ്തു. 1952 ഫെബ്രുവരി 21 ധാക്കയിൽ നിരവധി വിദ്യാർത്ഥികൾ പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഈ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഫെബ്രുവരി 21 യുനെസ്കോ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിച്ചത്. യുനെസ്കോയുടെ പ്രഖ്യാപനത്തിന് ശേഷം 2000 മുതലാണ് ലോകമെമ്പാടും ഈ ദിനം ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയത്. 2002 UN ജനറൽ അസംബ്ലി ഈ ദിനത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ട് പ്രമേയവും പാസാക്കി. ഇന്ത്യയിൽ മാതൃഭാഷാ ദിനം മാതൃഭാഷാ ദിവസ് എന്ന പേരിൽ ആചരിക്കാൻ തുടങ്ങിയത് 2015 മുതലാണ്. 2026 മാതൃഭാഷാ ദിന പ്രമേയം ബഹുഭാഷാ വിദ്യാഭ്യാസത്തിന് യുവാക്കളുടെ ശബ്ദം എന്നതാണ്. മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് 2013 മെയ് 23 ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്ന 6ാമത്തെ ഭാഷയാണ് മലയാളം. മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ് എന്ന് തുടങ്ങുന്ന MT വാസുദേവൻ നായരുടെ ഭാഷാ പ്രതിജ്ഞ പറഞ്ഞുകൊണ്ട് നിർത്താം. എല്ലാവർക്കും മാതൃഭാഷാ ദിന ആശംസകൾ. വീഡിയോ യൂസ്ഫുൾ ആയ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.